നമസ്കാരം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പുമായി ബി. തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ നിന്ന് തൂത്തെറിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ മുന്നറിയിപ്പ്. കാത്തിരുന്നോളൂ, അടുത്തത് നിങ്ങളാണ് മമത. 2026 പശ്ചിമ ബംഗാൾ BJP പിടിച്ചടക്കുമെന്നാണ് സുവേന്ദുവിന്റെ പ്രഖ്യാപനം. അതേസമയം സുവേന്ദു അധികാരിക്ക് പിന്നാലെ BJP നേതാവ് സുകാന്ത മജുംദാറും സമാനമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്തത് BJPക്കാണോ, മമതാ ബാനർജി പിന്തുണയ്ക്കുന്ന AAPക്കാണോ എന്നറിയില്ല. ഡൽഹിയിലെ വോട്ടർമാരെ പോലെ ബംഗാളിലെ ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് സുകാന്ത മജുംദാർ പറയുന്നത്. കൂടാതെ BJPയുടെ വിജയത്തിൽ ഡൽഹിയിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശിനികൾക്ക് ഇരു നേതാക്കളും നന്ദി അറിയിച്ചിട്ടുമുണ്ട്. 27 വർഷത്തിന് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് BJP അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. 70 നിയമസഭാ സീറ്റുകളിൽ 48 എണ്ണത്തിനും വിജയിച്ചാണ് BJP അധികാരം പിടിച്ചെടുത്തത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി വെറും 22 സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടിക്കായിരുന്നു. പക്ഷേ യാതൊരുവിധ പ്രയോജനവും ചെയ്തില്ല. ഡൽഹി പോലെ അല്ലെങ്കിൽ ഡൽഹിയേക്കാൾ BJP ഉന്നം വയ്ക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP നേതാക്കന്മാരുടെ മുന്നറിയിപ്പ്. മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക തന്നെയാണ് BJPയുടെ ലക്ഷ്യം. 2020 തൃണമൂൽ വിട്ട സുവേന്ദു അധികാരിയാണ് ബംഗാളിൽ BJPയുടെ പട നയിക്കുന്നത്. അതേസമയം 27 വർഷത്തിന് ശേഷമുള്ള ഡൽഹിയിലെ തിരിച്ചുവരവ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ മേൽക്കൈ നേടാനുള്ള BJPയുടെ മോഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഒരിക്കൽ ഡൽഹിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടതോടെ BJPയുടെ വിജയം അനായാസമായി. ഇതോടെ BJP ഭരണം കൈയാളാത്ത സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക് പോലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.